അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃതങ്ങൾ കൂടുതൽ ചെയ്ത് വിശ്വാസികൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് റമദാനിൽ ചെയ്യാറുള്ളത്. റമദാനിൽ വിശ്വാസികൾക്കൊരു ചാകരയാണ്. കർമ്മങ്ങൾക്കൊക്കെ കൂടുതൽ പ്രതിഫലം ലഭിക്കുകയും ഒരു ചെറിയ കർമ്മത്തിന് പോലും വലിയ കർമ്മങ്ങളുടെ ഇരട്ടി പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന ഈ സുന്ദരമായ സുദിനത്തിൽ ഒരു സുഹൃതം നമുക്കും ചെയ്തു തുടങ്ങാം. ഏതാണത്? നമ്മളെല്ലാ ദിവസവും സുന്നത്ത് നിസ്കരിക്കുന്നവരാണ്, ഫർദ് നിസ്കരിക്കുന്നവരാണ്. ഫർദിന് പുറമെ സുന്നത്ത് നിസ്കരിക്കുന്നവരാണ്. ധാരാളം സുന്നത്ത് നിസ്കരിക്കുന്നവരുണ്ട്. തസ്ബീഹ് കഴിയുന്നത് പോലെ നിസ്കരിക്കുന്നവരുണ്ട്. എല്ലാ ദിവസവും വിത്തർ നിസ്കരിക്കാറുണ്ട്. റമദാനിൽ സ്പെഷ്യലായി തറാവിഹ് നിസ്കരിക്കാറുണ്ട്. ദുഹ നിസ്കരിക്കാറുണ്ട്. ഇങ്ങനെ റവാത്തിബ് നിസ്കരിക്കാറുണ്ട്. ഇങ്ങനെ പല നിസ്കാരവും സുന്നത്തായി നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ സുന്നത്ത് നിസ്കാരത്തിലോ അതുപോലെ തന്നെ ഫർദ് നിസ്കാരത്തിലും ചെയ്യാൻ പറ്റിയ ഒരു അമലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫർദ് നിസ്കാരത്തിൽ ചെയ്യുമ്പോൾ അവിടെ ഇമാമ് ചെയ്യുകയാണെങ്കിൽ മഅ്മൂമിങ്ങളുടെ സമ്മതം വേണം. അത് സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലും സമ്മതം വേണമെന്ന് മാത്രമല്ല, അവരിത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുകയും വേണം. അതിന് പുറമെ വേറെ ആരും അങ്ങോട്ട് വരാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ഈ കൂടുതൽ ചൊല്ലാൻ പറ്റുള്ളൂ നിസ്കാരത്തിൽ. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻ പിന്നെ ആ പ്രശ്നമില്ലല്ലോ, മൂപ്പർക്ക് എന്തായാലും ചെല്ലാം. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനക്ക് എന്താണ് ചൊല്ലേണ്ടത്? സാധാരണഗതിയിൽ റുക്കൂഇൽ നമ്മൾ ചൊല്ലുന്ന ദിക്റുണ്ട്. അതിനുശേഷം അത് 3 പ്രാവശ്യം ചൊല്ലാം. അതിനുശേഷം ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഇവിടെ പറയുന്നത്. എന്ത്? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. ഇതാണ് ചൊല്ലേണ്ടത്. ഒന്നുകൂടെ പറയാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. അള്ളാഹുവിൻ്റെ പരിശുദ്ധനെ വായിച്ചാണ്, അവനാണ് സർവസ്തുതിയും സമർപ്പിച്ച്. എന്നിട്ട് അള്ളാഹിനോട് പറയാം, അല്ലാഹുമ്മ ഗഫിർലി, അള്ളാഹുവിനെ എനിക്ക് മാപ്പ് നൽകണം. തുടങ്ങേണ്ട സമയം ഇപ്പോൾ തന്നെയല്ലേ? റമദാനിലെ 2ാമത്തെ 10ലാണ് മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകമായി തേടുന്ന പ്രാർത്ഥന ഉള്ളത്. ഇതിനുശേഷം മറ്റൊരു പ്രാർത്ഥനയും കൂടെയുണ്ട്. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅ ലക സമഈ വബസ്വരി വമുഖി വഅൽമി വഅസമി വശഅരി വബശരി വമസ്തഖല്ലത് ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് 1-ാം നമ്പർ സമർപ്പണ. എൻ്റെ കേൾവിയും കാഴ്ചയും രക്തവും മാംസവും ശരീരവും അഭിമാനവും സമ്പത്തും എൻ്റെ എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കാൻ, ലോകരക്ഷിതാവായ റബ്ബിലേക്ക് സമർപ്പിക്കുന്ന വല്ലാത്തൊരു സാഹചര്യമാണത്. ഈ ദിക്റും ചൊല്ലാം. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നിസ്കാരത്തിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ പരമാവധി കൂടുതൽ സുഹൃതങ്ങൾ ചെയ്യാൻ നോക്കണം. സൂറത്തുകൾ ഓതുകയും പരമാവധി ഇതുപോലെയുള്ള എക്സ്ട്രാ ദിക്ർ ചൊല്ലുകയും ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ അതിനും കൂടെ പ്രതിഫലം നമുക്ക് ലഭിക്കുമല്ലോ. ഒറ്റയടിക്ക് എത്രയോ പ്രതിഫലം നേടാൻ പറ്റിയ സുഹൃതങ്ങൾ പെയ്തിറങ്ങുന്ന പുണ്യ ദിവസങ്ങളിൽ നഷ്ടപ്പെടുത്തരുതേ ഈ അമലുകൾ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.